ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. ഫോൺ എടുക്കാൻ എത്ര താമസം? അപ്പോഴെണീറ്റത് കുറച്ച് ലേറ്റ് ആയി പോയി. ഓ, അത് ശരി. ഇന്നലെ കുറച്ച് നടന്നതിന്റെ ക്ഷീണമായിരിക്കും. കുറച്ചോ? പിന്നെ മാരത്തോൺ അല്ലേ ഓടിയിന്. ഒന്ന് പോടാ. ആ, എന്നിട്ട് ചായ എല്ലാം കുടിച്ചോ? ഇല്ല, ഉണ്ടാക്കണം. ബെസ്റ്റ്. എക്സസൈസോ ട്രെഡ്മില്ലെങ്കിലും ചെയ്താണ്? ട്രെഡ്മില്ല് ചെയ്തില്ല. ഒന്നും ചെയ്യണ്ട, എല്ലാം അവിടെ ഇരുന്നൊരു പൊടി പിടിക്കട്ടെ ഇങ്ങനെ. അല്ലേ? അതെ, ഞാനൊരു സ്വപ്നം കണ്ടു. അല്ല, ഒരു ദുസ്വപ്നം കണ്ടു. അത് ശരി, പിന്നെ സ്വപ്നം തന്നെയാണോടാ? ഓ, അപ്പൊ പേടിച്ചെണീച്ചതായിരിക്കും അല്ലേ? ഇന്നെന്തായിരുന്നാവോ? ഒന്നുമില്ല. പറയടാ. അത് ചിരിക്കരുത്. നോക്കാം, നീ പറ. അതെ, ഞാൻ നടക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിനും ഓരോ ബാഡ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. കാണാൻ പറ്റാത്ത പല സാധനങ്ങൾ കാണാൻ തുടങ്ങിയപ്പോ അങ്ങനെയായിരുന്നു എണീറ്റത്. അത് പറ. അതാണ് ട്രെഡ്മിൽ പോലും ചെയ്യാണ്ടിന്ന്. എടാ, നീ ഇങ്ങനെ അവിടെ നിന്ന് ഓരോന്ന് കണ്ട് പേടിക്കാണ്ട് നാട്ടിൽ വന്നൂടെ? നീ ഉണ്ടാക്കിയിട്ടൊന്നും വേണ്ടല്ലോ നമുക്കിവിടെ ജീവിക്കാൻ. അതൊന്നും ശരിയല്ല. അവിടെ വന്നൊന്നും സെറ്റാവില്ല. അതെ ചേച്ചി, അമ്മ വിളിക്കോ? ഞാൻ എപ്പോൾ തിരിച്ചു വിളിക്കാം കേട്ടോ. എടുത്തോ. എന്നെയും വിളിച്ചിരുന്നു. ഇപ്പഴത്തെ കോളിൽ ഞാനാണെന്ന് പറഞ്ഞേക്ക്. ശരി ശരി ശരി. ഹലോ. എന്താടാ നീ ഫോൺ എടുക്കാത്തെ? അത് ചേച്ചിയോട് സംസാരിക്കുക. അവളെയും വിളിച്ചിട്ട് കിട്ടിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഈ നട്ടുച്ചക്കാണോ ബ്രേക്ക്ഫാസ്റ്റ്? പിന്നെ ഞാൻ വിളിച്ചതേ, നിനക്കറിയില്ലേ ആ നളിനി വല്യമ്മേനെ? നമ്മുടെ മണ്ണാർക്കാടുള്ള. മനസ്സിലായി. അവരെ മക്കളില്ലേ, ട്വിൻസ്. അവര് രണ്ടുപേര് രാവിലെ ICUയിൽ അഡ്മിറ്റ് ആയിന്നാ കേട്ടെ. എന്താ പറ്റി? ഒരു കുഴപ്പമില്ലായിരുന്നു. രാവിലെ പെട്ടെന്ന് എന്തോ വയ്യായിക വന്നു. രണ്ടുപേർക്കും? ആടാ, ആർക്കറിയാ, ഇപ്പോഴത്തെ ഓരോ അസുഖങ്ങളില്ലേ. അവിടെ വരെ ഒന്ന് പോണെന്ന് വിചാരിക്കുന്നു. വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ദയവായി അല്പസമയം.
വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. आपके द्वारा डायल किया गया नंबर ആ ഹലോ. ആ അമ്മയായിരുന്നു, അറിഞ്ഞു. അത് ഞാൻ എക്സാക്ട്ലി 2 സ്റ്റെപ്പ് എടുത്തു. എടാ മണ്ട, അതൊന്നും അല്ല ഇത്. ഹലോ 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 എന്തു പറ്റി? ഞാൻ കാല് കുത്തിയുണ്ട്. ഇത് വെറും ഒരു കോയിൻസിഡൻസ് അല്ലേ, നീ ഇങ്ങനെ പേടിക്കല്ലേ. എനിക്ക് അറിയില്ല അതൊന്നും. എന്തൊക്കെയാ നടക്കുന്നുണ്ട് ഇവിടെ? നീ ആ വാട്സപ്പ് ഒന്ന് നോക്കിക്കേ. അരിപ്പുറത്ത് ജാനകി അമ്മ അല്പസമയം മുന്നേ ഇതും കോയിൻസിഡൻസ് ആവുമോ? എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു നിശ്ചയമില്ല. എന്താ സംഭവിക്കണം മനസ്സിലാവണ്ട എനിക്ക്. എടി ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേ. ഇപ്പൊ എന്താ? ഹലോ ഹലോ എടാ, നീ അവിടെ ഉണ്ടോ? ഹലോ. അതെ, അത് ഞാനൊന്ന് ചാടിപ്പോയി. എടാ, നീ വേറെ വലുതും കണ്ടിരുന്നോ സ്വപ്നത്തില്? എന്തേലും പറയടാ. ഞാൻ ചാടിയ ചാടിയാല് എന്താടാ ഇപ്പോഴാണോ എഴുന്നേക്കുന്നത്? ചെറുതായിട്ട് സ്വപ്നമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഓ, നിനക്ക് എപ്പോഴും സ്വപ്നം തന്നെ ഉള്ളൂ. ഉണ്ടാവില്ലേ? എന്നിട്ട് ചായ ഒക്കെ കുടിച്ചോ? ഹലോ ഹലോ